നമസ്കാരം. പിണറായി വിജയനും സതീശനും തമ്മിൽ എന്താണ് വ്യത്യാസം? പറയാം. അടുത്ത തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് രാഷ്ട്രീയക്കാരൻ എന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ അടുത്ത തലമുറയെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് യഥാർത്ഥ ഭരണാധികാരി. അതായത് സതീശന് ഒരു രാഷ്ട്രീയക്കാരനാകാൻ മാത്രമേ കഴിയൂ, എന്നാൽ പിണറായി വിജയന് ഒരു യഥാർത്ഥ ഭരണാധികാരി കൂടിയാകാൻ കഴിയും. പുതിയുഗ യാത്ര പൊളിഞ്ഞു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. മനോരമ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രതിപക്ഷത്തെ ഭരണപക്ഷത്തേക്ക് എത്തിക്കാൻ വേണ്ടി വിടുവേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന്റെ ഒരു IT സെല്ലായി മാറിയോ മനോരമ എന്ന് സംശയിച്ചാലും തെറ്റു പറയാനൊന്നുമില്ല. മനോരമ ന്യൂസ് മേക്കർ പുരസ്കാരം സതീശന് കൊടുത്ത് ഗ്ലാമർ കൂട്ടാനൊക്കെ നോക്കിയത് വലിയ അബദ്ധമായി മാറി, ട്രോളായി മാറി. അത് വലിയ രീതിയിൽ തന്നെ മനോരമയ്ക്കും സതീശനും ക്ഷീണമായ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. റീൽസ് കുറെ ഇറക്കുന്നുണ്ട്, അതൊന്നും ക്ലച്ച് പിടിക്കുന്നില്ല. അതേസമയം സംസ്ഥാനത്ത് പ്രതിപക്ഷത്തിന് തിരിച്ചടിയായി കോൺഗ്രസ് നടത്തിയ ആഭ്യന്തര സർവേ ഫലങ്ങളൊക്കെ ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. LDF MLA മാർക്ക് ജനപിന്തുണ കുറഞ്ഞിട്ടില്ലെന്നും രാഷ്ട്രീയ സാഹചര്യം LDFന് അനുകൂലമാണെന്നും ഒക്കെയാണ് സർവേ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗുജറാത്ത് ആസ്ഥാനമായുള്ള PR കമ്പനിയും സുനിൽ കനഗോലുവിന്റെ നേതൃത്വത്തിലുള്ള സംഘവും നടത്തിയ 2 വ്യത്യസ്ത സർവേകളിലും സമാനമായ സൂചനകളാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് LDF 3.0 സംഭവിക്കും എന്നുള്ള തെളിവുകളാണ് ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ UDF ഒരു ഹർത്താൽ പോലും നടത്തിയിട്ടില്ല എന്ന VD സതീശന്റെ വാദം LDF 3.0 ഉറപ്പിക്കുന്നതാണ്. അതായത് ഞങ്ങൾക്കൊരു ഹർത്താൽ പോലും നടത്തേണ്ടി വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഈ നാട് ഭരിക്കുന്ന സർക്കാർ സൂപ്പറാണ് എന്ന് തന്നെയാണ്. എന്തായാലും VD സതീശൻ LDFന് വേണ്ടി PR വർക്ക് ചെയ്യുകയാണ് എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കണം. എന്തുകൊണ്ടാണ് LDF 3.0 സംഭവിക്കുമെന്ന് സർവേ ഫലങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ജനങ്ങൾ ഒരേ സ്വരത്തിൽ ഈ സർക്കാർ തന്നെ ഭരിക്കട്ടെ എന്ന് പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. പവർ കട്ടില്ലാത്ത 10 വർഷങ്ങൾ, അഴിമതിയില്ലാത്ത 10 വർഷങ്ങൾ, വർഗീയ കലാപങ്ങളില്ലാത്ത 10 വർഷങ്ങൾ, ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത 10 വർഷങ്ങൾ, അതുപോലെ തന്നെ നിയമ നിരോധനമില്ലാത്ത 10 വർഷങ്ങൾ, പൊതുമേഖലാ വ്യവസായങ്ങൾ അടച്ചുപൂട്ടാത്ത 10 വർഷങ്ങൾ, ട്രഷറി അടച്ചിടാത്ത 10 വർഷങ്ങൾ, ക്ഷേമ പെൻഷൻ മുടങ്ങാത്ത 10 വർഷങ്ങൾ, റേഷൻ മുടങ്ങാത്ത 10 വർഷങ്ങൾ, സർക്കാർ സ്കൂളുകൾ അടച്ചിടാത്ത 10 വർഷങ്ങൾ, പാഠപുസ്തകങ്ങൾ മുടങ്ങാത്ത 10 വർഷങ്ങൾ, റോഡുകൾ രാജപാതകളായി മാറിയ 10 വർഷങ്ങൾ, സ്കൂളുകൾക്ക് അന്തർദേശീയ നിലവാരമുള്ള കെട്ടിടങ്ങൾ ലഭിച്ച 10 വർഷങ്ങൾ, മുൻ UDF സർക്കാർ ഉപേക്ഷിച്ച ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി പൂർത്തീകരിച്ച 10 വർഷങ്ങൾ, കണ്ണൂർ വിമാനത്താവളവും വിഴിഞ്ഞം തുറമുഖവും പൂർത്തിയാക്കി വിമാന സർവീസും കപ്പൽ സർവീസും തടസ്സമില്ലാതെ നടത്തുന്ന 10 വർഷങ്ങൾ, ലോകത്തിന് തന്നെ മാതൃകയായ വാട്ടർ മെട്രോ പൂർത്തിയാക്കി തടസ്സമില്ലാതെ സർവീസ് തുടരുന്ന 10 വർഷങ്ങൾ, കേരളം നിക്ഷേപ സൗഹൃദമായി മാറിയ 10 വർഷങ്ങൾ, വ്യവസായങ്ങൾ വർദ്ധിച്ച 10 വർഷങ്ങൾ, ഓഖിയിലും പ്രളയത്തിലും കൊറോണയിലും നിപ്പയിലും ഉരുൾപൊട്ടലുകളിലും തളരാത്ത 10 വർഷങ്ങൾ, ലക്ഷക്കണക്കിന് ചെറുകിട സംരംഭങ്ങൾ തുടങ്ങിയ 10 വർഷങ്ങൾ, ജാതിമത സംഘടനകൾ ഭരണത്തിൽ ഇടപെടാത്ത 10 വർഷങ്ങൾ, കേന്ദ്ര സർക്കാർ മുച്ചൂടും തകർക്കാൻ നോക്കിയിട്ടും തളരാതെ മുന്നോട്ട് കുതിച്ച 10 വർഷങ്ങൾ, കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ കേരളത്തിന് തരേണ്ട ഫണ്ടുകൾ തടഞ്ഞുവെച്ചതിന് എതിരായി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേസ് നടത്തി വിജയം നേടിയ 10 വർഷങ്ങൾ, KSRTC ലാഭത്തിലാക്കിയ 10 വർഷങ്ങൾ, സർക്കാരിന്റെ വരുമാനം കൂട്ടിയ 10 വർഷങ്ങൾ, അതുപോലെ തന്നെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമാക്കി മാറ്റിയ 10 വർഷങ്ങൾ. ഇങ്ങനൊരു ഭരണകാലം കേരള ചരിത്രത്തിൽ ഇത് ആദ്യമാണ്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ സർക്കാർ ഭരിക്കട്ടെ എന്ന് ജനം ആഗ്രഹിക്കുന്നത് ഈ നാടിന്റെ നന്മയാണ്. ഈ നാട് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം, വികസനത്തിൽ കുതിക്കണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. എന്നാൽ പ്രതിപക്ഷമാകട്ടെ എന്തിനും ഏതിനുമൊക്കെ മുടക്ക് പറയുന്ന, ഏത് വികസനത്തിനെയും കടക്കൽ കത്തിവെക്കുന്ന ആളുകളായി ഒരു സംഘമായി മാറിയെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടെന്നേ. അതെങ്ങനെയാണ് ആ ബോധ്യത്തിലേക്ക് വരുന്നത്? ഇപ്പൊ നിയമസഭ നടക്കുന്നു. നിയമസഭ നടക്കുമ്പോൾ പോലും ഇവരുടെ പെർഫോമൻസ് എങ്ങനെയാണ് പ്രതിപക്ഷത്തിൻ്റെത്? ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്താൽ പോലും ചർച്ച നടക്കുന്ന സമയത്ത് പോലും ബഹിഷ്കരിച്ചുകൊണ്ട് സഭ പ്രക്ഷുബ്ധമാക്കിക്കൊണ്ട് അവിടെ ചന്തപ്പൂര് നടത്തുന്ന പ്രതിപക്ഷത്തെ നമ്മൾ കാണുകയാണ്. ഇതൊക്കെ ജനങ്ങൾ കാണുകയല്ലേ. മാത്രവുമല്ല, ഈ നാടിന് ഗുണപരമായിട്ടുള്ള ഏത് പദ്ധതി നടപ്പിലാക്കിയാലും ആ ഉദ്ഘാടന പരിപാടികൾ ഇവർ ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരതിൽ നിന്ന് പിൻവലിഞ്ഞു നിൽക്കുക. അങ്ങനെ ഒരു സംസ്ഥാന വിരുദ്ധമായിട്ടുള്ള സമീപനം, വികസന വിരുദ്ധരായിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ എന്ന രീതിയിലുള്ള ഒരു സമീപനം പ്രതിപക്ഷം എക്കാലത്തും ഈ വെച്ചു പുലർത്തുന്നു എന്നുള്ളത് ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. രമേശ് ചെന്നിത്തലയുടെ സമയത്ത് ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല ഇവർക്ക് ഈ ഒരു സംസ്ഥാന വിരുദ്ധത എന്ന് തോന്നുന്നു. ഇപ്പോ സതീശനിലേക്ക് വന്നപ്പോൾ ധാർഷ്ട്യമുള്ള ഒരാളാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവെന്ന് അറിയാമല്ലോ. അദ്ദേഹത്തിന്റെ ഈ ഒരു 5 വർഷം എടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിനെ മുച്ചൂടും തകർത്തു എന്നുള്ളത് മാത്രമല്ല, കോൺഗ്രസിനെ അടിമുടി ഒരു BJP ഒക്കെ ഒരു സംഘപരിവാറാക്കി മാറ്റുന്ന ലെവലിലേക്ക് എത്തിച്ച് വെച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ തന്നെ VD സതീശൻ സംഘവും പറയുന്നു, ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒക്കെ ഞങ്ങൾ എതിർക്കുന്നവരാണെന്ന് പറയുമ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കണം. നിലമ്പൂർ ഇലക്ഷൻ നടക്കുമ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ ഇങ്ങനെ ഇരുകൈനീട്ട് സ്വീകരിക്കുന്ന VD സതീശൻ നമ്മൾ കാണുകയാണ്. മാത്രമല്ല, VD സതീശൻ എന്താണ് പറയുന്നത്? അതായത് അവരെ ഞങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു, അവരുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമാണ് എന്ന് പറയുകയാണ്.
മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ഒരു സംഘടനയാണ് ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത്. എന്ന് ആർക്കാണ് അറിയാത്തത്? നമ്മുടെ RSS ഒക്കെ പോലുള്ള സംഘടനയാണ് ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത്. അതിന്റെ ഈ ഒരു പിന്തുണ കൈനീട്ടി സ്വീകരിക്കുകയാണ്. മാത്രവുമല്ല, ഗോൾവാക്കറുടെ ജന്മശതാബ്ദി ദിനത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇയാള് ഈ ഗോൾവാക്കറുടെ ചിത്രത്തിന് മുന്നിൽ പോയി നടുകുനിച്ച് വിളക്ക് കത്തിക്കുകയാണ്. അങ്ങനെ RSS പരിപാടിയിൽ പങ്കെടുക്കുന്നു, ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ മേടിക്കുന്നു, എന്നിട്ട് പറയുന്നു ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒക്കെ എതിർക്കുന്നവരാണെന്ന്. ജനങ്ങൾ വിശ്വസിക്കുമോ പ്രതിപക്ഷത്തെ? ഒരിക്കലുമില്ല. എന്നാൽ ഇവിടെ എന്താണ് കാണുന്നത്? പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ അതിശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ സ്യൂട്ട് അതിനെതിരെ ഫയൽ ചെയ്ത സർക്കാരാണെന്ന് കേരളം ഭരിക്കുന്നത്. ഇത് പ്രാബല്യത്തിൽ വരുമ്പോൾ ഇത് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യ പ്രസ്താവന നടത്തിയ കാഴ്ച നമ്മൾ കണ്ടു. എന്നാൽ കോൺഗ്രസിന്റെ സമീപനം എന്തായിരുന്നു? പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ സമ്മതിക്കുമോ എന്ന് മല്ലികാർജുൻ ഖർഗെയോട്, കോൺഗ്രസിന്റെ അധ്യക്ഷനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞത്? നേരം വെളുക്കട്ടെ എന്നിട്ട് പറയാമെന്ന്. ഇത്രയും വർഷം കഴിഞ്ഞു, നേരം വെളുത്തിട്ടില്ല മൂപ്പർക്ക്. അങ്ങനെ ഓരോ വിഷയങ്ങൾ എടുത്ത് നോക്കുമ്പോഴും ഇവരുടെ സമീപനങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നുണേശന്മാരുടെ, നുണ പറയുന്നവരുടെ ഒരു വലിയ സംഘമായി കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. പണ്ടൊക്കെ ഈ ഡിജിറ്റൽ കാലഘട്ടം അല്ലാതിരുന്ന സമയത്ത് ഇവരിങ്ങനെ തള്ളി മറിച്ചായിരുന്നു നമ്മുടെ കേരളത്തെ പിടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഈ ഡിജിറ്റൽ കാലഘട്ടമൊക്കെ വന്നതോടുകൂടി തന്നെ ഏതാണ് ശരി ഏതാണ് തെറ്റെന്നൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രതിപക്ഷത്തിന് ഇപ്പൊ പഴയതുപോലെ ഒരു പരിപാടി നടക്കുന്നില്ല. പണ്ട് ഇവരൊരു കോല് കുത്തും, എന്നിട്ട് ഇവർ പറയും ഇതാ ഇപ്പോ ഇവിടെ വികസനം വരുമെന്ന് പറയും, എന്നിട്ട് 2 ഫ്ലെക്സും വെക്കും. ഇന്നതല്ല അവസ്ഥ. ഇന്ന് കോല് കുത്തിയിട്ടുണ്ടോ അവിടെ വികസനം വന്നിട്ടുണ്ടോ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നടപ്പിലാക്കില്ല എന്നിവർ പറഞ്ഞതൊക്കെ നടപ്പിലാക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ഇപ്പൊ തന്നെ പെൻഷൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് പെൻഷനെങ്കിലും കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നോ? ഇല്ല. പെൻഷൻ മുടക്കിയ സർക്കാർ, സ്കൂളുകൾ അടച്ചുപൂട്ടിയ സർക്കാർ, സർക്കാർ ആശുപത്രികൾ അടച്ചുപൂട്ടിയ സർക്കാർ, അങ്ങനെ അടച്ചുപൂട്ടലിന്റെ ഒരു സർക്കാരായിരുന്നു UDF സർക്കാർ. എന്നാൽ ഇന്ന് എന്താണ് കാണുന്നത്? ഇതെല്ലാം തുറന്ന് പ്രവർത്തിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ കണ്ണുകടിയാണ് ഇവിടുത്തെ പ്രതിപക്ഷത്തിന്. അപ്പോ ഇവര് ജനങ്ങളെല്ലാം ആടി വിളിക്കുകയാണ് ഒരു അടച്ചുപൂട്ടലിന്റെ കാലഘട്ടത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞ്. ആരെങ്കിലും പോകുമോ? ഒരിക്കലും പോകില്ലെന്ന്. ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ ഒരു പവർ കട്ടിന്റെ കാലത്തേക്ക് മടങ്ങിപ്പോകാൻ? ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് തിരികെ നടക്കാൻ? അങ്ങനെ ആരും ആഗ്രഹിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഉമ്മൻചാണ്ടി സർക്കാർ സൂപ്പർ ആയിരുന്നു. എന്ത് സൂപ്പർ ആയിരുന്നു എന്നാണ് പറയുന്നത്? ഇതൊക്കെ അടച്ചുപൂട്ടിയ ഈ സർക്കാർ സൂപ്പർ ആണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഒരിക്കലുമില്ല. ഡിജിറ്റൽ കാലഘട്ടം അന്നും അതിശക്തമായിരുന്നുവെങ്കിൽ ഉമ്മൻചാണ്ടിയൊക്കെ ജനങ്ങൾ കണ്ടം വഴി ഓടിച്ചാനെ. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇദ്ദേഹത്തെ കാണണമെങ്കിൽ ഇദ്ദേഹത്തിന് വീട്ടിൽ പോകണമെന്ന്, വീട്ടിൽ പോയി അവിടെ നിന്ന് അപേക്ഷ കൊടുക്കണം. ഇദ്ദേഹം ആരാണ്? രാജാവായിരുന്നു. അങ്ങനെ ഒരു സമീപനമാണ്, അല്ലെ അങ്ങനെ ഒരു നീക്കമാണ് ഇവിടെ ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ഇതൊക്കെ ജനങ്ങൾ നന്നായി തന്നെ വിലയിരുത്തുന്നുണ്ട്. അപ്പൊ ഈ പഴയ രീതിയിലുള്ള ഗിമ്മിക്ക് നമ്പർ ഒന്നും വെച്ച് ഇനിയുള്ള കാലഘട്ടത്തിൽ രാഷ്ട്രീയം നടത്താൻ കഴിയില്ല. കോൺഗ്രസിന്റെ കീശ വീർപ്പിക്കൽ രാഷ്ട്രീയം അവസാനിച്ചു. അതിന് ജനങ്ങൾ തന്നെ ഒരു അറുതി വരുത്തി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. LDF 3.0 സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മനോരമയൊക്കെ കിടന്നിരുന്ന് എന്തൊക്കെ കാണിച്ചിട്ടൊരു കാര്യമില്ല. മനോരമയുടെ കഴിഞ്ഞ ദിവസം കുറേ സർവേ ഒക്കെ കണ്ടിട്ട് എനിക്ക് ചിരി വന്നു. വേറെ ഒന്നും കൊണ്ടല്ല, ഏറ്റവും മോശം മുഖ്യമന്ത്രി അത് പിണറായി വിജയനാണ്. ഇവിടെ ഈ പറയുന്നത് പോലെ എല്ലാ പ്രശ്നങ്ങളും, ഇവിടെ തൊഴിലില്ലായ്മയുണ്ട്, ഇവിടെ അതുപോലെ തന്നെ ഇവിടെ വർഗീയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയൊക്കെ മനോരമ ഒരു സർവേ ഒക്കെ നടത്തുന്നുണ്ട്. എന്തായാലും ഇതൊന്നും ക്ലച്ച് പിടിക്കുമെന്ന് തോന്നുന്നില്ല. മനോരമയുടെ രാഷ്ട്രീയം എന്താണെന്ന് നന്നായി തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് മനോരമ ഏതൊക്കെ രീതിയിലുള്ള തള്ളു തള്ളിയാലും ആ തള്ളുകളൊക്കെ തകർന്ന തരിപ്പണമാകുന്ന കാഴ്ചയാകും കാണാൻ സാധിക്കുക. 2021 പലരും തൂക്കുമെന്ന് നമ്മളെ മനോരമ പറഞ്ഞു, അല്ലെ? മനോരമ പറഞ്ഞു UDF അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞു. എന്നാൽ ചരിത്ര ഭൂരിപക്ഷത്തിൽ ഇവിടെ അധികാരത്തിൽ വന്നത് ആരാണ്? LDF ആണ്. എന്തായാലും മനോരമ പണിയെടുക്കട്ടെ. മനോരമ പ്രതിപക്ഷത്തിനും അതുപോലെ തന്നെ UDFനും വേണ്ടി ഇത്തരത്തിൽ തന്നെ പല രീതിയിലുള്ള ക്യാപ്സ്യൂളുകൾ നോക്കി മുന്നോട്ട് പോകട്ടെ. എന്തായാലും മനോരമയുടെ രാഷ്ട്രീയവും മനോരമയുടെ ഇരട്ടത്താപ്പും പ്രതിപക്ഷത്തിന്റെ യഥാർത്ഥത്തിലുള്ള പല സ്വഭാവങ്ങളും ഒക്കെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ അത് ഉപകരിക്കും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.